ഹലോ, കുറച്ച് ദിവസമായി കണ്ടിട്ടില്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് നോമ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും നോമ്പുണ്ടെങ്കിലും എൻ്റെ പുത്രന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതാവുമ്പോൾ ഈസിയാണ്, കാര്യമായിട്ടൊന്നുമില്ല. സബോള, തക്കാളി, വേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ 2 മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. അതിൽ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല, മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം. പിന്നെ കുറച്ച് ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് കമഴ്ത്തി. നല്ല ഭംഗിയില്ലേ കാണാൻ, കഴിക്കാനും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് നല്ല രസമുള്ളൊരു ചെടിയാണ് കേട്ടോ. അതിനങ്ങനെ വെയിൽ വേണമെന്നൊന്നുമില്ല, ഇൻഡോർ പ്ലാൻ ആണ്. കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നോമ്പെറുക്കാനുള്ള കടിയുടെ പണി തുടങ്ങാനായിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ബജ്ജിയാണ് കേട്ടോ, കായ ബജ്ജി പിന്നെ ഉള്ളി ബജ്ജി. ഇതെന്താ രസം എന്ന് വെച്ചാൽ രണ്ടിനും ഒരേ മാവ് മതിയല്ലോ, അപ്പോൾ എളുപ്പമായി. എനിക്ക് പകലൊന്നും പണിയില്ലാത്തതുകൊണ്ട് നേരം വൈകിട്ടാട്ടോ എണീക്കുക. അതേപോലെ നേരം വൈകിട്ടാണ് കിടക്കാറ്. അത്താഴമൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുക. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നത് തുണികൾ തോരടാൻ മാത്രമാണ് കേട്ടോ. ഉച്ചക്കാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ, പക്ഷേ അങ്ങനെ ചൂട് കാലാവസ്ഥ ഒന്നല്ല, തണവൊക്കെ ഉണ്ട്. എനിക്ക് ബജ്ജി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടണം കേട്ടോ. അതാവുമ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റൊക്കെ കിട്ടും. ഇത് ഞാൻ ഉള്ളി ബജ്ജിക്കുള്ള ഉള്ളി അരിയാണ് കേട്ടോ. നാളെ പെരുന്നാളായതുകൊണ്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിലേക്കുള്ള ഉള്ളി, സബോള രണ്ടും ഒന്നാണല്ലേ, അത് സാരില്ല. അപ്പോൾ അതൊക്കെ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവൂലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ അന്നത്തെ ദിവസം തന്നെ ആയിരിക്കില്ലേ ചെയ്യുക. അന്നത്തെ ദിവസം തന്നെ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറേ സമയം അതിൽ പോവും. കുക്കിങ്ങിൽ അങ്ങനെ പോകും ഒരു ദിവസം മുഴുവൻ. വലിയൊരു ടാസ്ക് ഉണ്ട് മൈലാഞ്ചി ഇടല്. അതും കൂടി ആയാൽ പെരുന്നാൾ ആവുള്ളൂ അല്ലേ. പിന്നെ ഇവിടെ ഇറാൻ യുദ്ധമൊക്കെ ഉള്ളത് കൊണ്ട് പെരുന്നാളിൽ പള്ളിയിൽ പോകല് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എത്തുന്നവർക്ക് പള്ളിയിലകത്ത് നിന്ന് നിസ്കരിക്കാം, അല്ലാത്തവർ വീട്ടിൽ നിന്ന് തന്നെ. പിന്നെ പൊരിക്കടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തീരെ പറ്റില്ല കേട്ടോ. പൊരിക്കടി മുഖത്ത് പിമ്പിൾസ് തരാൻ അത് തന്നെ മതി. പിന്നെ ചോക്ലേറ്റ് ഇതൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാനും കുറച്ച് പണിയാണ്, പക്ഷെ പരമാവധി കുറയ്ക്കാൻ നോക്കും. നോമ്പിന്റെ ടൈമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പൊരിക്കടി കഴിക്കുക. അല്ലാത്തപ്പോൾ എനിക്ക് അത്ര പൊരിക്കടിയോട് ക്രേവിങ്സ് ഒന്നും ഇല്ല കേട്ടോ. നോമ്പിന് പൊരിക്കടി ഇല്ലെങ്കിൽ എന്ത് നോമ്പല്ലേ. ഞാൻ ഭയങ്കര ജങ്ക് ഫുഡിന്റെ ഫാനാട്ടോ. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് ആരോഗ്യത്തിന് നല്ല ബാധിക്കും. അതെന്റെ ശരീരത്തിൽ കാണുന്നു. PCOD പോലുള്ള പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ പരമാവധി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ കൺട്രോൾ ചെയ്യാം. PCOD അത്ര പ്രശ്നം പിടിച്ച അസുഖമാണെന്ന് ചോദിച്ചാൽ അതെ, ഹോർമോൺ ഇൻബാലൻസ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇത് വേറെ എവിടെ നോക്കി പഠിച്ചിട്ടൊന്നല്ല കേട്ടോ പറയുന്നത്, ഇതിന്റെ അനുഭവം കൊണ്ട് പറയാന്നേ. ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് മുഖത്ത് അനാവശ്യമായിട്ടുള്ള കുരു, അനാവശ്യമായിട്ടുള്ള മുടി, പിന്നെ വണ്ണം വെക്കുക, നല്ല വണ്ണം കുറയുക, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ PCOD മാറാൻ നല്ല എളുപ്പമാണ്. എക്സസൈസും ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ UAE നാട്ടിലൊക്കെ നാളെയാണ് കേട്ടോ പെരുന്നാൾ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്.